കാര്യം താൻ എന്റെ കൂട്ടുകാരനൊക്കെയാണ് എന്ന് പറഞ്ഞ് എന്നും ഇങ്ങനെ പഴംപൊരി ഓസിന് കഴിക്കുന്നത് ശരിയാണോ? നാണമില്ലോട് തനിക്ക്? ഹേയ്, അങ്ങനെയൊന്നും ഇല്ലെന്നേ. എന്ത് നാണമൊന്നുമില്ലെന്നോ? അല്ല കാർലോസ്, എന്നും എനിക്ക് പഴംപൊരി വേണ്ടാന്ന്. നല്ലത് റോക്കി, കുറച്ച് വൈകിയാണെങ്കിലും നിനക്ക് നാണവും മാനവും ഒക്കെ വന്നല്ലോ. അല്ല, എനിക്ക് പഴംപൊരി വേണ്ട, ഉഴുന്നുവട മതിയെന്ന ഞാൻ ഉദ്ദേശിച്ചേ. ഉഴുന്നുവട മതിയോ? മതി. ഇനി ഉഴുന്നുവട ഇല്ലേ, ബിരിയാണി ആണേലും ഞാൻ കഴിക്കും. ഇവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇവനൊന്നും മനസ്സിലാക്കണം പൈസയുടെ വിലയെന്തെന്ന്. ആ, എന്നാ പിന്നെ ബിരിയാണി തന്നെ ആയിക്കോട്ടെ. ശരിക്കും? ശരിക്കും. ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കൂറോക്കി. എന്ത് വേണം കഴിക്കാൻ? എന്തുണ്ട്? അടാ വട ബോണ്ട പഴംപൊരി പരിപ്പോട ഊത്തപ്പം ഇടിയപ്പം വെള്ളയപ്പം ഇഡ്ലി ദോശ നെയ്റോസ്റ്റ് മസാല ദോശ ചപ്പാത്തി പൂരി പൊറോട്ട. ഓ എന്റെ അമ്മേ, നിർത്ത്. ഇതെല്ലാം കൂടി ഈ ടേബിളിന്മേ കൊള്ളൂ? കൊള്ളുമെങ്കിൽ ഓ, എന്നാ എല്ലാം എടുത്തോ. ഇതെല്ലാം ഈ മേശപ്പുറത്ത് കൊണ്ടാലും തന്റെ വയറ്റി കൊള്ളൂടും. ഇല്ല അല്ലേ? പക്ഷെ എല്ലാം ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെയാ. ഏതെങ്കിലും ഒന്ന് പറയടൂ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുത് കൊണ്ടുവാ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലുത് മുതലാളിയാ, അത് തരാൻ പറ്റൂല. അമ്മേ, അതേതായാലും വേണ്ട. നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും വലുത് കൊണ്ടുവാ. അത് മസാല ദോശ വലുതാ. അത് ഒരു 5 എണ്ണം പോരട്ടെ. 5 എണ്ണമോ? ആദ്യം ഒരെണ്ണം എടുക്കാം, എന്നിട്ട് വേണമെങ്കിൽ എടുത്താ പോരെ? അത് മതി ചേട്ടാ. എന്നാ 2 എണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി 3 എണ്ണം. ശരി, കൂട്ടുകാരനൊന്നും വേണ്ടേ? വാങ്ങിച്ച് കഴിക്കുന്നേ. എനിക്ക് വേണ്ട ചേട്ടാ, എനിക്കും കൂടി ഉള്ളത് ഇവിടെ കഴിക്കുന്നുണ്ട്. ചിലരങ്ങനെയാ, നന്നായി കഴിക്കും. അതെ, കഴിക്കാം, പക്ഷേ അത് സ്വന്തം കയ്യിലെ കാശുകൊണ്ടായിരിക്കണം. മസാല ദോശ തീരുന്നതിന് മുമ്പ് മുങ്ങണം. ആഹാ, മസാല ദോശ കലക്കി ചേട്ടാ. കാർലോസ്, കാർലോസ്, ചേട്ടാ, ഇവിടെ അടുത്തുണ്ടായിരുന്ന എന്റെ കൂട്ടുകാരനെ കണ്ടോ? അയാള് നേരത്തെ പോയല്ലോ. എപ്പോ? ദൈവമേ, എങ്ങോട്ട്? ആ, അതൊന്നും ഞാൻ ചോദിച്ചില്ല. പുള്ളി അങ്ങ് ഇറങ്ങി പോകുന്നത് കണ്ടു. ആ, മസാല ദോശ തീർന്നല്ലോ, ഒരെണ്ണം കൂടി എടുക്കട്ടെ. വേണ്ട ചേട്ടാ, താങ്ക്സ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഓ,
അതിനെന്താ? ഒരു ചായ 2 മസാല അല്ലേ? അപ്പോ 80 രൂപ. അത്രേ ഉള്ളോ? ഹി, അതെ. അത് ഞാൻ നാളെ തരാം. ഓക്കെ? ഏയ്, അത് ശരിയാവില്ല. ഇവിടെ കടം കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. ആണോ? പക്ഷേ എനിക്ക് കടം പറയുന്ന പരിപാടി ഉണ്ട് കേട്ടോ. ആ പരിപാടി ഇവിടെ നടപ്പില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യുക? നേരെ അടുക്കളയിലേക്ക് കയറിക്കോളൂ. വേണ്ട ചേട്ടാ, എനിക്കിനി കഴിക്കാൻ ഒന്നും വേണ്ട. ഒരു മൂടില്ല. കഴിക്കാനല്ല, മൂട് തെയ്യുന്നതുവരെ പണിയെടുക്കാനാ. പണിയെടുക്കാനോ? ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ചേട്ടാ. തുടങ്ങാൻ പറ്റിയ സ്ഥലമായി ഇവിടെ. അത് വേണോ? മുതലാളി, വേണ്ട, ആ ദിനോസർ അവിടെ എങ്ങാനും ഇരുന്നോട്ടെ. എന്താ എന്റെ മുതലാളിയെ വിളിച്ചേ? ദാ സാറ് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞതാ. വരൂ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ആയിക്കോട്ടെ. പോകുവാണോ? ആ, 2 മസാല ദോശയ്ക്കും 1 ചായക്കും പകരം ഞാൻ 2 കൊല്ലം പണിയെടുക്കണം. ഇതും കൂടി കൊണ്ടുപോയിക്കോ. പാർസലാണല്ലേ? വേണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇത് അധികം നേരം ഇവിടെ സൂക്ഷിക്കാൻ പറ്റില്ല. പലഹാരങ്ങളായിരിക്കും. പലഹാരം മാത്രമല്ല, ചോറും ബിരിയാണി എല്ലാം ഉണ്ട്. ആണോ? ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതും ജോലിയുടെ ഭാഗം തന്നെ. ഇവിടുത്തെ ജോലിക്കാരൻ ഇതുവരെ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ അയാൾ കൊണ്ടുപോയനെ. എന്റെ ഭാഗ്യം. അയാള് വരുന്നതിന് മുമ്പ് മുങ്ങാം. ഞാനെന്നാ എളുപ്പം ചെല്ലട്ടെ ചേട്ടാ. ആ, ആ, ആ. അല്ല, താൻ പെയിന്റ് പണിക്കാരൻ റോക്കിയല്ലേ? അതെ. തനിക്ക് തന്റെ പണി എടുത്താ പോരെ? എന്റെ പണി ഞാൻ എടുക്കൂലേ? മനസ്സിലായില്ല. എടാ റോക്കി, ഞാൻ ആ ഹോട്ടലിൽ നിന്നും സ്ഥിരമായി വേസ്റ്റ് എടുക്കുന്നേ. ഇതെന്റെ ചാക്ക. അയ്യടാ, ഇതെന്റെ ചാക്ക. ഞാൻ ജോലി ചെയ്യുന്നതിന് ആ ചായക്കടയിൽ നിന്നും എനിക്ക് തന്നതാ. താൻ വേസ്റ്റിന് വേണ്ടിയാണോ ജോലി ചെയ്യുന്നേ? വേസ്റ്റോ? പിന്നല്ലാതെ. താനിത് എന്താണെന്നാ കരുതിയേ? പലഹാരങ്ങളും ബിരിയാണിയും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. അതൊക്കെ തന്നെയാണ്. മറ്റുള്ളവർ തിന്നതിന്റെ ബാക്കി കുറച്ച് ദിവസമായി കൂട്ടിവെച്ചതാണെന്ന് മാത്രം. ആണോ? അപ്പോ ഇത്രയും നേരം ചുമന്നത് വേസ്റ്റ് ആയിരുന്നോ? എന്നിട്ട് മണമൊന്നും ഉണ്ടായിരുന്നില്ലോ ചേട്ടാ. അത് വൃത്തിയായി പൊതിഞ്ഞില്ലെങ്കിൽ ഞാൻ മേലിൽ എടുക്കില്ലെന്ന് ഒരിക്കൽ പറഞ്ഞപ്പോ അവര് 2-3 ചാക്കിലാക്കി കെട്ടും. അതാ സ്മെല്ലില്ലാത്ത. സംശയമുണ്ടെ തുറന്നു നോക്കണു. എന്തൊരു മണമപ്പോ. അനുഭവിച്ചു. ഞാൻ പോകുന്നു. അല്ല, ഇത് ചേട്ടന്റെ ജോലിയല്ലേ? അങ്ങനെ പോകാതെ. പിന്നെ ഇനിയിപ്പം ഞാനിത് ഇവിടുന്ന് എടുത്താലും ഇന്ന് എനിക്ക് പണം കിട്ടില്ല. പിന്നെ ഞാനെന്തിനാ എടുക്കുന്നേ? താൻ തന്നെ ചുമന്നാ മതി. ചേട്ടാ, അങ്ങനെ പോവല്ലേ ചേട്ടാ. ഞാനിനി ഇതെന്ത് ചെയ്യാനാ? താൻ ഇത് എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് പോണം. താൻ കാരണം എനിക്ക് നഷ്ടമായത് 50 രൂപയാ. ഇതെവിടെ കളയണം എന്നെങ്കിലും ഒന്ന് പറഞ്ഞതാ ചേട്ടാ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കൂടി നടന്ന കോർപ്പറേഷന്റെ വേസ്റ്റ് ബിൻ കാണും. അതിലിട്ടാ മതി. ബാക്കി അവര് ചെയ്തോളും.
ഇനിയും 3 കിലോമീറ്ററോ? അമ്മേ! ടോം, ദേ ചവറടുന്നു. ചാടിപ്പോയി പിടി ചിമ്മി അവനെ. കുറെ മാസങ്ങളായി ഇവനെ അന്വേഷിച്ച് നടക്കുന്നത്. ഇത്തവണ വിടരുത്. വാ നമുക്ക് ചെല്ലാം. പണ്ടൊക്കെ കുറച്ചായിരുന്നു, ഇപ്പൊ ചാക്കിലാക്കി ഇട്ടു തുടങ്ങി. ദുഷ്ടൻ. ബെറ്റി, നീ എളുപ്പം പോയി അവന്റെ റൂട്ട് നോക്ക്. ദൈവമേ, ടോമും കൂട്ടുകാരും എന്നെ കണ്ടാൽ തീർന്നു. എങ്ങനെയും അവരുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടണം. ആ ഐഡിയ! ആരാടാ അത്? ഇത് റോക്കി ചേട്ടന്റെ മണമാണല്ലോ. ഓടരുത്, ഓടിയാ ഞാൻ കടിക്കും. അതേ രൂപം. റോക്കി ചേട്ടാ, നില്ലവിടെ. ജിമ്മി, ടോം, ടീന, എന്നെ ഒന്നും ചെയ്യരുത്. റോക്കി ചേട്ടനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ല. ചേട്ടന്റെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ ഞങ്ങളുടെ ഗ്രൗണ്ടിലാണ് ഇടുന്നത്. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഗ്രൗണ്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതെന്നറിയാമോ? എന്നിട്ട് നമ്മളെ കണ്ടപ്പോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു കള്ളൻ. നമുക്ക് ഇയാളെ പോലീസിനെ ഏൽപ്പിക്കാം. ഞങ്ങളുടെ ഗ്രൗണ്ട് വേസ്റ്റ് കൊണ്ടിട്ട ചേട്ടനോട് ഞങ്ങൾ ക്ഷമിക്കണോ? ഞങ്ങൾ അങ്കിളിനെ വിളിക്കും. അങ്കിളിനെ വിളിച്ചാൽ അങ്കിൾ പോലീസിനെ വിളിക്കും. പോലീസ് വന്നാൽ അറിയാലോ. അത് വേണ്ട ടോം, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാമേ. ശരി, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ചേട്ടൻ ഇവിടെ നിൽക്ക്, ഞങ്ങൾ ഇപ്പൊ വരാം. ശരി, ഈ പ്രാവശ്യം ഞങ്ങൾ ഇത് കേസാക്കുന്നില്ല. പക്ഷേ ഈ വേസ്റ്റ് മുഴുവനും ചേട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. എന്റെ വീട്ടിലേക്കോ? അതിന് ഇതെന്റെ വീട്ടിലെ ചവറൊന്നും അല്ല. പിന്നീട് എവിടുത്തെ ചവറ? എവിടുത്തെ ആയാലും അത് റോക്കി ചേട്ടനെ കളയാൻ ഏൽപ്പിച്ചതല്ലേ. അതിന് റോക്കി ചേട്ടന് പണവും കിട്ടിക്കാണില്ലേ? ഗ്രൗണ്ടാണോ വേസ്റ്റ് കൊണ്ടിടുന്ന സ്ഥലം? എത്രയോ ചെറിയ പിള്ളേര് കളിക്കുന്ന സ്ഥലമാ. അതെങ്കിലും ഒന്ന് ഓർത്തുകൂടായിരുന്നോ റോക്കി ചേട്ടന്? ടോമേ, ടീന, ഞാനിതിൽ പെട്ടുപോയതാ. എനിക്ക് ഒരു പണവും കിട്ടിയിട്ടില്ല. കയ്യും കാലും കഴിച്ച് ചുമന്നു വയ്യാണ്ടായപ്പോ ചെയ്തു പോയതാ. സത്യം, ഞാൻ നടന്നത് മുഴുവൻ പറയാം. ഇതാണ് സംഭവിച്ചത്. കാർലോസ് തന്ന പണിയല്ലേ? കൊള്ളാം, നല്ല കൂട്ടുകാരൻ. കടക്കാരൻ കൊള്ളാം. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. കാർലോസിനുള്ളത് നമുക്ക് പിന്നെ കൊടുക്കാം. ആ കടക്കാരനെ ഒരു പാഠം പഠിപ്പിക്കണം. എങ്ങനെ? വാ പറയാം. ദേ, പിന്നെയും പ്ലാനിങ്. എനിക്ക് പാരയാകുമോ ദൈവമേ? വേസ്റ്റ് തൽക്കാലം ഗ്രൗണ്ടിൽ തന്നെ കിടക്കട്ടെ. റോക്കി ചേട്ടൻ ഞങ്ങളുടെ കൂടെ വരണം. എന്നിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഏ, ഭക്ഷണം കഴിക്കാനോ? രാവിലെ ഒന്ന് കഴിച്ചതിന്റെയാ ഞാൻ ഈ അനുഭവിച്ചതൊക്കെ. തിന്നണം തിന്നണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന റോക്കി ചേട്ടൻ ഇപ്പോ തീറ്റാന്ന് കേൾക്കുമ്പോഴേ പേടിയാവുന്നു. റോക്കി ചേട്ടൻ പേടിക്കണ്ട. കൂട്ടുകാരായിട്ട് ഞങ്ങൾ ഇത്രയും പേരില്ലേ?
രാവിലെയും എന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, കാർലോസ്. അവസാനം ബില്ല് വന്നപ്പോ എല്ലാം ഓക്കെ അല്ലേ ടോം? റോക്കി ചേട്ടൻ രാവിലെ കഴിച്ച പോലെയൊന്നും കഴിക്കണ്ട. ഞങ്ങളുടെ അടുത്തിരുന്ന് ഒരു ചായ മാത്രം കുടിക്കുക. ഓക്കെ അല്ലേ റോക്കി ചേട്ടാ? സംഭവം കൊള്ളാം, പക്ഷേ ഞാൻ അവരുടെ ബാക്കി വേസ്റ്റ് കൂടി എടുക്കേണ്ടി വരുമോ? സമയം കളയാതെ വാ. ഇവിടെ എന്താ? ബിരിയാണി. ടോമിനോ? എനിക്കും ബിരിയാണി മതി. എനിക്ക് ഫിഷ് ഫ്രൈ മതി. എനിക്ക് ബീഫ് റോസ്റ്റ്. ആദ്യം എനിക്കൊരു ചായ താ. ചേട്ടാ, ഒരു ചിക്കൻ ബിരിയാണി പാഴ്സൽ ചെയ്തോ. ബൈ ചേട്ടാ. അവരെവിടെ? ആര്? തന്റെ കൂടെ വന്നോർ. ആ, കുറച്ചുപേര് പുറത്തേക്ക് പോകുന്നത് കണ്ടു. അപ്പോ അവര് തന്റെ കൂട്ടുകാരല്ലേ? കടയിൽ ഒരുമിച്ച് കയറിയതുകൊണ്ട് കൂട്ടുകാരാവൂ. താനല്ലേ തന്റെ കൈ പണം ഉണ്ടെന്ന് പറഞ്ഞത്? ഒരു ചായ എത്രയാ? 5 രൂപ. ദേ, 5 രൂപ. അവർ തന്റെ കൂട്ടുകാരല്ലെങ്കിൽ അവരെന്തിനാ തന്നെ നോക്കി ഭയ കാണിച്ചേ? താനെന്നെ നോക്കി ചിരിക്കുകയും ചെയ്തല്ലോ. ഏ, ഇത് കൊള്ളാം. ഞാൻ ചെറുപ്പത്തിൽ എത്ര പേരെ നോക്കി ഭയ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് അന്ന് ഞാൻ കഴിച്ചെന്റെ പണം അവരാണോ കൊടുക്കേണ്ടത്? പിന്നെ മുതലാളി എന്നെ നോക്കി ചിരിച്ചപ്പോ ഞാനും മുതലാളിയെ നോക്കി ചിരിച്ചു. അതൊരു തെറ്റാണോ? മുതലാളിയെ നോക്കി ചിരിച്ചത് തെറ്റാണോ ചേട്ടാ? അത് തെറ്റല്ല. അത് തന്നെ. ശരി ചേട്ടാ. ആ, അതൊക്കെ വിട്. എനിക്ക് പാഴ്സൽ കിട്ടുമോ? ഇതാണ് പറ്റിയ അവസരം. ഇവനെ കൊണ്ട് ബാക്കിയുള്ള വേസ്റ്റ് മുഴുവൻ എടുപ്പിച്ച് നമുക്ക് ഇവന്മാര് തിന്നത് മുതലാക്കാം. അത് തന്നെ. എന്താ ചേട്ടാ, പാഴ്സൽ എടുക്കാൻ പറ്റില്ലേ? ദേ ഇപ്പൊ തരാം. ഞാൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പാഴ്സൽ കൊണ്ടുവന്നോ? കൊള്ളാലോ, അതും ഇത്ര വലിയ ചാക്കിൽ. താരത്ത് പണിയായി കാണിക്കുന്നേ. തന്നെ ഞാൻ. നിങ്ങളല്ലേ റോങ് പണി കാണിച്ചത്? പാഴ്സലാണെന്നും പറഞ്ഞ് ചവറ് കൊടുക്കുന്നു. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ദൈവമേ, പോലീസ്! ഏ, ആ പിള്ളേരുണ്ട്. സാറേ, പാഴ്സൽ ചോദിച്ച എനിക്ക് ഇവര് വേസ്റ്റ് പാഴ്സൽ ചെയ്ത് തന്നിരിക്കുന്നു. ഞാൻ ഈ കേട്ട് സത്യമാണോടൂ? സത്യമാണ് സാർ. എന്ത് സാഹിത്യമാണെന്നോ? തെളിച്ചു പറയടൂ. സത്യമാണ് സാർ. ആ, എന്നാ രണ്ടുപേരും ജീപ്പിൽ കയറ്. പാഴ്സൽ ചോദിച്ചാൽ നീയൊക്കെ വേസ്റ്റ് കൊടുക്കുമല്ലേ? ആ, ഓ, അപ്പൊ ഇത് രാവിലെ തുടങ്ങിയതാണല്ലേ? ഒരു പ്രാവശ്യം ഈ പാവത്തിനെ കൊണ്ട് വേസ്റ്റ് ചുമപ്പിച്ചു. അതും പോരാഞ്ഞിട്ട് ഇവര് ഭക്ഷണം കഴിച്ചിട്ട് പണം തരുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പണമില്ലാത്തതിന് നീയൊക്കെ റോക്കിയെ കൊണ്ട് പണിയെടുപ്പിച്ചില്ലേ? അതും പോരാഞ്ഞിട്ടാണോടാ വേസ്റ്റ് എടുപ്പിക്കുന്നേ? എല്ലാത്തിനും തൂക്കി ഞാൻ അകത്തിടും. അറിയാമല്ലോ എന്നെ. പ്രശ്നങ്ങളൊന്നും വേണ്ട. പ്രശ്നമൊന്നുമില്ല ഫാദർ. ഒരു പരാതി എഴുതി തന്നാൽ രണ്ടിനെ ഞാൻ ശരിയാക്കിയെടുത്തോളാം. വേണ്ട ഇൻസ്പെക്ടർ, എന്റെ മക്കളുടെ അടുത്തും തെറ്റുണ്ട്. അവർ കഴിച്ച ഭക്ഷണത്തിന്റെ പണം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പണമൊന്നും വേണ്ടേ, ഞങ്ങളെ വിട്ടാ മതിയേ. ഇത് വാങ്ങൂ. ആരും ഒന്നും നഷ്ടപ്പെടണ്ട. ടോം, ഈ പണം അവർക്ക് കൊടുക്കൂ. താങ്ക്സ് മോനെ. ഇവർ കാരണം ഞങ്ങളുടെ ഗ്രൗണ്ട് മോശമായി ഡാഡി.
പൊന്നു മോളെ, അതൊക്കെ ഞങ്ങൾ ആളെ വിട്ട് ശരിയാക്കി തരാം. അത് മതി. ഇവർ കളിക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ തന്നെ ശരിയാക്കിയേക്കാം. പോരെ? എന്താ റോക്കി, വേറെ എന്തെങ്കിലും പരാതിയുണ്ടോ? ഒന്നുമില്ല ഫാദർ. ഇത്രയും സംഭവത്തിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? ഇന്ന് ഞാൻ കഷ്ടപ്പെട്ടതിന്റെ പകുതി ഞാൻ മടി കാണിക്കാതെ കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്കിഷ്ടമുള്ളത് എന്തും എനിക്ക് വാങ്ങി കഴിക്കാമായിരുന്നു. അങ്ങനെ റോക്കി ചേട്ടൻ നല്ലൊരു പാഠം പഠിച്ചു. നിങ്ങളോ? വാളെടുത്തവൻ വാളാൽ. വളരെ സത്യം. നിങ്ങൾ ദ്രോഹിച്ചാൽ നിങ്ങളും ദ്രോഹിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ സ്നേഹിച്ചാലോ? ഞങ്ങളും സ്നേഹിക്കപ്പെടും. Tom and Tuna.